സുധാമണി, കുഞ്ഞിനെ ഒന്ന് നോക്കൂ. അയ്യോ ദൈവമേ, തമ്പുരാട്ടി ഓടി വരണേ. തമ്പുരാട്ടി, കുഞ്ഞിനെ കാണാനില്ല. അയ്യോ, നമ്മുടെ കുഞ്ഞ്, എന്റെ കുഞ്ഞ്. അയ്യോ, എന്റെ കുഞ്ഞെവിടെ പോയി? അയ്യോ, കുഞ്ഞിതോടെ പോയി. ക്ഷേത്രം വിട്ട് പുറത്തു പോയവർ ആരൊക്കെയും എല്ലാ വഴിക്കും ആള് പോട്ടെ. കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തിയിരിക്കണം. ഉത്തരവ്. എല്ലാവരും വരും. തിരുമേനി, വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അങ്ങ് ഭയപ്പെടണ്ട. നമ്മുടെ പടയാളികൾ കുഞ്ഞിനെ കണ്ടെത്തിയിരിക്കും. അമ്മേ ഭഗവതി, അമ്മയുടെ സാന്നിധ്യത്തിൽ നിന്നാണ് എന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പ്രാർത്ഥനയല്ലാതെ അടിയന് മറ്റൊന്നും അറിയില്ല. പൂജാകർമ്മങ്ങളിൽ അടിയൻ എന്തെങ്കിലും പിഴവ് വരുത്തിയോ? അതിനുള്ള ശിക്ഷയാണോ ഇത്? തമ്പുരാനെ, തമ്പുരാനെ, ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഗായകനെയും മാധു എന്ന സ്ത്രീയെയും കാണാനില്ല. മാധു എവിടെ പോയി? കണ്ടില്ലേ തമ്പുരാൻ, ഊരും പേരും പോലും അറിയാത്തവരെ ക്ഷേത്ര മുന്നിലേക്ക് ക്ഷണിച്ചു വരുത്തി അഭയം കൊടുത്തപ്പോഴേ ഞാൻ സൂചിപ്പിച്ചതാണ്. പക്ഷെ അന്ന് ഇവളുടെ വാക്ക് കേട്ട് അങ്ങ് എന്നെ നിശബ്ദനാക്കി. ഇപ്പൊ അതിന്റെ ഫലമല്ലേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചമി, അത്തരത്തിലുള്ളൊരു സ്ത്രീയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. തമ്പുരാൻ, ഒരു കാര്യം തീർച്ചയാണ്. മാധു എന്ന സ്ത്രീ ഇവിടെ എത്തിച്ചേർന്നതിന് പിന്നാലെയാണ് ആദിത്യൻ എന്ന ഗായകൻ ഇവിടെ എത്തിച്ചേരുന്നത്. രണ്ടുപേരും അനാഥത്വത്തിന്റെ കഥകൾ പറഞ്ഞ് നമ്മളെ എല്ലാവരെയും വിശ്വസിപ്പിച്ചു. പക്ഷെ സത്യത്തിൽ അവർ ദേശമംഗലത്തിന്റെ ശത്രുക്കളാണ്. ഇവിടെ നടക്കുന്ന ചടങ്ങുകൾ മുടക്കാൻ വേണ്ടിയാണ് അവരിവിടെ വന്നത്. ശിവശങ്കരൻ, പടയോടൊപ്പം ശിവശങ്കരൻ കൂടി പോ. ഒരു നിമിഷം പോലും അമാന്തം കാണിക്കരുത്. എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ തിരിച്ചെത്തിക്കേ. ഏട്ടാ, അബദ്ധം പറ്റിപ്പോയല്ലോ എനിക്ക്. തിരുമേനി, മഹാമായ അടിയനെ പരീക്ഷിക്കുകയാണ്. ഇത് അടിയനെ കൊണ്ട് താങ്ങാനാവുമോ എന്നറിയില്ല. എന്റെ മകളില്ലാതെ എനിക്ക് ഇനി ജീവിക്കാനാവുമോ എന്നറിയില്ല. തിരുമേനി, അമ്മേ. തമ്പുരാൻ, തിരഞ്ഞുപോയവരാരും ഇതുവരെയും തിരിച്ചെത്തിയില്ല. സമയമാണെങ്കിൽ വൈകി തുടങ്ങിയിരിക്കുന്നു. വരട്ടെ. ചടങ്ങുകൾ ഇനിയും ബാക്കിയാണ്. പുലരുന്നതിന് മുമ്പ് തീർക്കേണ്ട ചടങ്ങുകൾ കൃത്യസമയത്ത് നടന്നില്ലെങ്കിൽ അത് ദോഷമാണ് തമ്പുരാൻ. അവധൂതനും തിരിച്ചുപോയിരിക്കുന്നു. ഉപദേശത്തിന് ആളില്ലല്ലോ തമ്പുരാൻ. ദേശത്തിന്റെ സമൃദ്ധി തൊട്ടടുത്തെത്തിയിട്ടും പൂർത്തിയാക്കാൻ കഴിയാതിരിക്കുക എന്ന് പറയുന്നത് ദേശത്തിനും ദേശത്തിന്റെ അധികാരിക്കും നാണക്കേടാണ്. പറയട്ടെ, ദേശത്തിന്റെ അധികാരിയുടെ കുറവുകൾ പറയുന്നവർ പറഞ്ഞുകൊള്ളട്ടെ. ഈയൊരവസ്ഥയിൽ നാം എന്താണ് ചെയ്യേണ്ടത്? സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയിൽ തളർന്നിരിക്കുന്ന ഒരു അച്ഛനാണത്. അദ്ദേഹത്തോട് മന്ത്രങ്ങൾ ഉരുവിടാൻ ആവശ്യപ്പെടാൻ പറ്റുമോ നമുക്ക്? അദ്ദേഹത്തിന് ഈ തീരാ ദുഃഖം സമ്മാനിച്ചത് നമ്മുടെ കഴിവില്ലായ്മയല്ലേ? തമ്പുരാനെ, ദേവീ സാന്നിധ്യം ഇല്ലാതിരുന്നതിനേക്കാൾ അപകടമാണ് തുടങ്ങിവെച്ച പൂജകൾ പൂർത്തിയാക്കാതിരിക്കുന്നത്. ദേശമംഗലത്ത് ഇനിയുള്ള ജീവനുകളടക്കം സകലതും നശിക്കും തമ്പുരാനെ. നശിക്കട്ടെ, സർവ്വതും നശിക്കട്ടെ. ദേശമംഗലം വാണവരിൽ ഒന്നിനും കൊള്ളാത്തവനെന്ന് നമ്മെ ലോകം പഴിക്കട്ടെ. എല്ലാം അവസാനിപ്പിച്ചോളൂ. ദേശമംഗലത്തിന് ദേവീ ചൈതന്യത്തിനുള്ള മഹാഭാഗ്യമില്ല. മഹാമായക്കുള്ള കർമ്മങ്ങൾക്ക് ഞാൻ ഒരു വിഘ്നവും വരുത്തില്ല.
ഏറ്റെടുത്ത കർമ്മങ്ങൾ ഞാൻ പൂർത്തിയാക്കിക്കൊള്ളാം. തിരുമേനി, അങ്ങ് വ്യസനിക്കാതിരിക്കൂ. ഞാനിപ്പോ അനുഭവിക്കുന്ന ദുഃഖം അങ്ങയ്ക്ക് മാറ്റാൻ കഴിയില്ലെങ്കിലും സർവസ്വരൂപിണിയായ ഭഗവതിയിൽ അടിയൻ വിശ്വസിക്കുന്നു. ഞാൻ ചെയ്ത് പൂർത്തിയാക്കുന്ന ഈ കർമ്മങ്ങൾ തന്നെയാണ് എന്റെ ഭഗവതിയോട് എനിക്കുള്ള പ്രാർത്ഥന. കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ അനുവദിച്ചാലും. വളരെ സന്തോഷം. എല്ലാം ദേവിയുടെ കൃപ പോലെ നടക്കട്ടെ തിരുമേനി. അമ്മേ, അമ്മേ മഹാമായേ, ദേവി, ദേവി, അമ്മേ മഹാമായേ, അമ്മേ മഹാമായേ, ദേവി. ശാന്തിരൂപേണ സംസ്ഥിത. ഇതാ തമ്പുരാനെ, വിഷ്ണുദത്തൻ തിരുമേനിയുടെ കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന അരുമയായ കുഞ്ഞ്. ഇപ്പോ നിനക്ക് വിശ്വാസമായോ സൈരന്ധ്രി? മഹാമായേ, അമ്മേ ഭഗവതി. കുഞ്ഞു വല്ലാതെ കരയുന്നതുകൊണ്ട് ജനസഞ്ചാരമുള്ള വഴിയിലൂടെയൊന്നും പോരാൻ പറ്റില്ലായിരുന്നു. കുറെ സമയം ആവണിപ്പാറയിലെ ഗുഹയിൽ ഒളിച്ചു, പിന്നെ പുറത്തിറങ്ങി. മാധു, മറ്റാർക്കും സാധിക്കാനാവാത്തതാണ് നിന്നെക്കൊണ്ടു പറ്റിയത്. നീ അർഹിക്കുന്ന പ്രതിഫലത്തേക്കാൾ കൂടുതലുണ്ട്. വാങ്ങിക്കോളൂ. ശൗചകർമ്മങ്ങളെല്ലാം നടക്കണം. അത് കഴിഞ്ഞ് കുഞ്ഞിനെ ബലിത്തറയിലെത്തിക്കണം. ദേശമംഗലത്തിന് തീണ്ടിയിരിക്കുന്ന ആപത്ത് ഒരു കാലത്തും ഒഴിയില്ല. ഇഷ്ടമൂർത്തികൾക്ക് ഈ ബലി നടന്നു കഴിഞ്ഞാൽ അതേ നിമിഷം ദേവി പൂജ തടസ്സപ്പെടും. പിന്നെ ഒരിക്കലും ദേവിക്ക് വാസസ്ഥാനമുണ്ടാവില്ല. യഥാവിധിയുള്ള പൂജകൾ നടത്തണം. അമ്മേ ഭഗവതി, ദേവിശമംഗലത്തെ കാത്തുകൊള്ളണേ. ഓം
സ്വാഹ. ഓം കാളി മഹാകാളി ഭദ്രകാളി സ്വാഹ. തമ്പുരാൻ, സമ്മാനങ്ങളുമായി തിരിച്ചുപോയവളല്ലേ നീ? എന്തുപറ്റി? ദേശമംഗലംകാർ തിരിച്ചറിഞ്ഞോ? അതോ പടയാളികൾ ആരെങ്കിലും ആക്രമിക്കാൻ വന്നോ? അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഇവിടെ നിന്നും തിരിച്ചു പോകുമ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എത്രയോ വലിയ കാര്യമാണ് ഞാൻ ചെയ്തത്. അത് അങ്ങ് പറയുകയും ചെയ്തു. എന്നിട്ടും എനിക്ക് കിട്ടിയ സമ്മാനമോ ഈ ചെറിയ പണക്കിഴിയോ? എന്നോട് കണക്ക് പറയാനും തുടങ്ങിയോ നീ? ക്ഷമിക്കണം തമ്പുരാൻ, ഇന്ന് ഈ ചടങ്ങ് ഇവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്ന പണം എനിക്ക് തന്നേ പറ്റൂ. എത്ര പണം വേണം നിനക്ക്? ഇനി ഒരു 100 പണമോ? ജ്യേഷ്ഠ, 200 പണം കൊടുത്തേക്ക്, ശല്യം ഒഴിയട്ടെ. 100 200 ഒന്നും മതിയാവില്ല. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു രാജ്യവും അവിടുത്തെ അധികാരവുമാണ്. അപ്പോ അടിയനും ഈ ജന്മം സുഖമായി ജീവിക്കണ്ടേ? എനിക്ക് 10,000 പണം വേണം. വില പേശുകയാണോ? പണമല്ല, ഈ വാളാണ് മറുപടി പറയുക. നാഗേന്ദ്ര, പൈതലിന്റെ ബലി നടക്കുന്നതിന് മുമ്പ് ഇവിടെ മറ്റൊരു ചോര വീഴുന്നത് അശുദ്ധിയാണ്. മാധു വിശ്രമിക്കട്ടെ. ചടങ്ങിന് ശേഷം മാധുവിനുള്ള പ്രതിഫലം നാം തന്നെ കൊടുക്കാം. ഓം കാളി ഓം സ്വാഹ. എല്ലാ അഭിഷേകങ്ങളും ഭംഗിയായി പൂർത്തിയായി. ഇനി അടച്ചുപൂജയാണ്. പ്രസന്ന പൂജ കൂടി കഴിയുന്നതോടെ ഭഗവതി പൂർണ്ണ രൂപത്തിൽ ഈ ദേശത്തെയും അങ്ങയെയും അനുഗ്രഹിക്കും. പൂജാകർമ്മങ്ങൾ ചെയ്യട്ടെ. ആയിക്കോട്ടെ. ഭഗവതി, അമ്മയ്ക്ക് വേണ്ടിയുള്ള കർമ്മം അടിയൻ പൂർത്തിയാക്കിയിരിക്കുന്നു. എന്റെ കുഞ്ഞില്ലാത്ത ലോകത്ത് എനിക്കൊരു ജീവിതം വേണ്ട. എന്റെ ആത്മാവിനെ കൂടി ഞാൻ അമ്മയുടെ മുന്നിൽ സമർപ്പിക്കുന്നു. ദേവി,
ഓം കാളി മഹാകാളി ഭദ്രകാളി മഹാകാളി ഓം കാളി സ്വാഹ. ദേശമംഗലത്ത് ദേവീശിരസിൽ അവസാന തീർത്ഥം വീഴാൻ ഇനി 3 വിനാഴിക മാത്രം. ഹേയ് മാധു, നാഗേന്ദ്ര, ഇവൾ മായാജാലക്കാരിയാണ്, കൊല്ലവളെ. പ്രാണവായു പോലെ പ്രധാനമാണ് ദേശമംഗലത്തെ പ്രജകൾക്ക് നമ്മോടുള്ള ഭക്തി. ഇത്രയും കാലം നമ്മുടെ പ്രജകളെ കണ്ണീര് കുടിപ്പിച്ചിട്ട് മതിയായില്ലേ? കണക്കുകൂട്ടലുകൾ പിഴച്ചുപോയല്ലോ. ദേശമംഗലത്ത് നമ്മുടെ വിഗ്രഹത്തിൽ എല്ലാ പൂജയും അവസാനിച്ചു. നാം ഇപ്പോൾ ദേശമംഗലത്തിന്റെ ശക്തി സ്വരൂപിണിയായ കുലദൈവമാണ്. തമ്പുരാൻ, വിധിപ്രകാരമുള്ള പൂജകളുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയും നട തുറന്നിട്ടില്ല. അമ്മേ ഭഗവതി, ഇനിയും എന്റെ നാടിനെ പരീക്ഷിച്ച് തീർന്നില്ലേ? ദേവി അവിടുന്ന് പ്രസാദിച്ചെങ്കിൽ അതിന്റെ ആദ്യത്തെ തെളിവ് തിരുമേനിയുടെ കുഞ്ഞിനെ കണ്ടെത്തി കൊടുക്കുന്നതാവണേ. അമ്മേ മഹാമായേ,
അമ്മേ ദേവി കുഞ്ഞ് തമ്പുരാൻ, സംശയം വേണ്ട. ദേശമംഗലത്തിന്റെ മണ്ണിൽ ദേവി പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് മഹാമായക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. അമ്മേ, വറ്റി വരണ്ട് കിടക്കുന്ന നമ്മുടെ നാടിന്റെ വടക്ക് ഭാഗത്ത് മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു തമ്പുരാനെ. ആളുകൾ മുഴുവൻ സന്തോഷത്തിലാണ് തമ്പുരാനെ. കണ്ടില്ലേ അമ്മേ, ഭഗവതി. മഹാരാജാവ് നീണാൽ വാഴട്ടെ. വീടുകളിൽ ദാരിദ്ര്യം കൂടിയപ്പോ കന്നുകാലികളെല്ലാം കാടുകയറിപ്പോയില്ലേ? കൂട്ടത്തോടെ അവയെല്ലാം തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. മതി, നമുക്ക് സന്തോഷമായി. ഏറെ പരീക്ഷണങ്ങൾ അതിജീവിച്ച് ദേശമംഗലം അതിന്റെ ചൈതന്യം വീണ്ടെടുത്തിരിക്കുന്നു. ഇനി ഇത് ഭഗവതിയുടെ നാടാണ്. നാട് വാഴുന്ന തമ്പുരാനായ നാം വെറും ദേവിദാസൻ മാത്രം. അമ്മേ ഭഗവതി, അമ്മേ ദേവി ഭഗവതി, കാത്തുകൊള്ളണേ. അമ്മേ മഹാമായേ, ദേവി മഹാമായേ, ഭഗവതി, ഭഗവതി.